الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ അനുഗ്രഹീതമായ ഈ ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായും ഹിഫ്ളാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഹാഫിളായി അറിയപ്പെടാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, ഈ ഒരു നന്മയുള്ള സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സ്വഹാബത്ത് പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അരികിലേക്ക് വരികയും ഇപ്രകാരം പ്രവാചകൻ പറയുകയും ചെയ്തു, അബ്ശിറൂ വ അബ്ശിറൂ, മനുഷ്യരെ നിങ്ങൾ സന്തോഷിക്കുക. ആവർത്തിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലൈസ തശ്ഹദൂന അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നഅം, അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം ഫഇന്ന ഹാദൽ ഖുർആന സബബുൻ, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാരണം ഈ ഖുർആനാണ്. തുർഫഹു ബിയദില്ലാ വ തുർഫഹു ബിഐദീകും, ഈ ഖുർആനിൻ്റെ ഒരു അറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അതിൻ്റെ അടുത്ത ഭാഗം നിങ്ങളുടെ കയ്യിലുമാണ്. ആരാണോ അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത്, ഫതമസ്സകൂ ബിഹി ഫഇന്നകും ലൻ തളില്ലു വലൻ തഹ്ലികൂ ബഅദഹു അബദ, നിങ്ങളതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് നാശമോ വഴികേടോ സംഭവിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. മാത്രവുമല്ല, ഏതെങ്കിലും നിലക്കുള്ള ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും അനുഭവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിശ്വാസി അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവൻ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും മാറി അവന് സന്തോഷം വരാതിരിക്കുകയില്ല എന്നാണ്. ആ പ്രാർത്ഥനയിൽ ആകത്തുക നമ്മൾ പറയുന്നത് എന്താ? പടച്ചവന് കുറേ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ. അല്ലാഹുവേ, ഞാൻ നിൻ്റെ ഒരു അടിമയാണ്, നിൻ്റെ ഒരു അടിമയുടെ ഒരു അടിയാത്തിയുടെ മകനാണ്, എൻ്റെ കുടുംബം നിൻ്റെ കയ്യിലാണ്, എൻ്റെ കഴിഞ്ഞ കാലത്ത് നീ എന്നിൽ സംഭവിപ്പിച്ചതെല്ലാം നിൻ്റെ വിധിയാണ്, നിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്നിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് റബ്ബേ, നീ നിനക്കു തന്നെ പേര് വെച്ചതും നിൻ്റെ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതും സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തതും ആർക്കും അറിയിച്ചു കൊടുക്കാതെ നിന്റെ രഹസ്യമായ അറിവിൽ നീ സൂക്ഷിച്ചത് വെച്ചതുമായ നിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും റബ്ബേ ഞാൻ നിന്നോട് തേടുന്നു. ഇനിയാണ് തേടാൻ പോണത്. എന്താ തേടുന്നത്?
അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സുദ്രി വജലാഹ ഹുസ്നി വദഹാബ ഹമ്മി. ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തവും പ്രകാശവുമാക്കി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനുള്ള വഴിയാക്കി ഖുർആനിനെ നീ മാറ്റി തീർക്കണേ എന്ന്. ഇങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവൻ്റെ മനസ്സിലെ ദുഃഖങ്ങൾ നീങ്ങി സന്തോഷം വരാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് കേട്ടവരൊക്കെ പിന്നെ അത് പഠിച്ച് പ്രാവർത്തികമാക്കൽ നിർബന്ധമാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഇനി അത് പഠിക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ സന്തോഷിക്കാനുള്ള വകയായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും അൽഹംദുലില്ലാ വലിയ സന്തോഷത്തിലാണ്. 3 തരത്തിലുള്ള ആളുകളാണ് ഈ സദസ്സിലുള്ളത്. ഒന്ന്, ഈ ഖുർആനിനെ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്ന ദാറുൽ ഫുർഖാനിലെ വിദ്യാർത്ഥികൾ, ഇന്ന് ഹാഫിദുകളായി മാറുന്നവരടക്കം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ ഫുർഖാനിലെ വിദ്യാർത്ഥികൾ. രണ്ടാമത്തത് അവരുടെ രക്ഷിതാക്കൾ. മൂന്നാമത്തത് ഈ സ്ഥാപനത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഓടി നടക്കുന്ന, ഇതിനോട് സഹകരിക്കുന്ന ആളുകൾ. നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ് ഖുർആൻ കൊണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, അത് എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഖുർആനിനോടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധമെന്നത് പരലോകത്ത് ഉന്നതമായ പ്രതിഫലം കിട്ടാൻ സഹായകമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ മനഃപ്പാഠമാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമുക്കേറെ സന്തോഷമാണ്. അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നാളെ പരലോകത്ത് രക്ഷിതാക്കൾക്ക്, ഖുർആൻ പഠിച്ച മക്കളുടെ രക്ഷിതാക്കൾക്ക് അല്ലാഹു വളരെ അനുഗ്രഹീതമായ രൂപത്തിലുള്ള കിരീടവും മഹത്വത്തിൻ്റെ വസ്ത്രവും അവർ അണിയിക്കും. അവർ ചോദിക്കും, അല്ലാഹു ഇത് എന്തുകൊണ്ടാണ് എന്ന്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ട് എന്നാണ്. അപ്പം അങ്ങനെ പരലോകത്ത് സന്തോഷിക്കാൻ അവസരം കിട്ടുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ. ഇതിൻ്റെ സംഘാടകരായി സാമ്പത്തികമായി പലതവണ ഈ ദാറുൽ ഫുർഖാനിനെ സഹായിച്ചവർ, ഇതിനെക്കുറിച്ച് ഒന്നാമത് ചിന്തിച്ചവർ, ഇപ്പോൾ അതിനെ കൊണ്ടു നടക്കുന്നവർ, അതെപ്പോഴും മനസ്സിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ സ്ഥാപനത്തെ കാണുന്നവർ, സമ്പത്തിൻ്റെ ഒരു ഭാഗം ഓരോ റമദാനിലും അല്ലാതെയും ഇതിലേക്ക് മാറ്റിവെക്കുന്നവർ, നമുക്കൊക്കെയും ഈ മക്കൾ ഖുർആൻ പഠിക്കുമ്പോൾ ഏറെ സന്തോഷമാണ്. പക്ഷെ സഹോദരങ്ങളെ, ഈ സന്തോഷം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ചുരുങ്ങിയ മിനിറ്റിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അള്ളാഹു ചില ആളുകളെ ഉയർത്തുക. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന വ്യക്തിയെ മക്കയിൽ വെച്ച്, അദ്ദേഹം ഉസ്ഫാനിൽ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടാൻ. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ നാഫിഇനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് മക്കയിലെ ഗവർണറായി നിശ്ചയിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് നിന്ന് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മനിസ്തഅമൽ തആല അഹ്ലിൽ വാദി, മക്കത്ത് നിങ്ങൾ ആരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? അപ്പോൾ ഈ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേർക്ക് നേരെ ഇബ്നു അബ്സയെ അറിയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ഈ ഇബ്നു അബ്സ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരാണ്? അപ്പോൾ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൗലം മിൻ മവാലീന, നമ്മൾ മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, ഒരു മോചിതനായ അടിമയാണോ അവിടെ ഗവർണറായി നിങ്ങൾ നിശ്ചയിച്ചത്? അങ്ങനെ ചോദിക്കാനുള്ള കാരണം അടിമ മോശക്കാരനാണെന്നുള്ളതുകൊണ്ടല്ല. ഈ അടിമകൾക്ക് പൊതുവേ ദീനിൻ്റെ എല്ലാ തലങ്ങളും പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഖലീഫ എന്ന് ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതപരമായ കാര്യങ്ങളിൽ പോലും വിധി പറയേണ്ട ആളാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ ആണോ നിങ്ങൾ ഏൽപ്പിച്ചത്? അന്ന് നാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇന്നഹു ഖാരിഉൻ ലി കിതാബില്ലാഹി അസ്സ വജൽ വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്. അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന് 2 ഗുണമുണ്ട്. സാധാരണ മൗലവിമാരെ പോലെ അല്ല അദ്ദേഹം. ഖുർആൻ ഹിഫ്ളുള്ള, ഖുർആനിൻ്റെ കാര്യത്തിൽ നല്ല അറിവുള്ള മനുഷ്യനും അനന്തരാവകാശ നിയമം അറിയുന്ന ആളുമാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായും അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് ചിലരെ അള്ളാഹു ഉയർത്തും, ചിലരെ താഴ്ത്തിക്കളയും. ഖുർആൻ കൊണ്ട് ഉയരാൻ നമുക്ക് കഴിയണം. ഖുർആൻ കൊണ്ട് താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്.
അൽഹംദുലില്ലാഹ്, ആ ഒരു ഉയർച്ചയിലാണ് നമ്മൾ. ഇതിൽ നമുക്ക് താഴ്ച സംഭവിക്കുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഏകദേശം 5 വർഷം എടുത്തിട്ട് ആ 5 വർഷം ദാറുൽ ഫുർഖാൻ നിശ്ചയിച്ച ഫീസ് കൊടുത്ത് പലപ്പോഴും നമുക്ക് സന്തോഷം തോന്നുന്ന പല സന്ദർഭങ്ങളിലും മക്കൾ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം കൂടി അനുഭവിച്ചൊക്കെയാണ് ഈ 4-5 കൊല്ലം നമ്മൾ കടന്നുപോയത്. ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ ഈ മക്കൾ പഠിച്ച ഖുർആനിനനുസരിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കളായി ഓരോ രക്ഷിതാവും മാറണം. നമ്മുടെ വീട് ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വീടാകണം. മക്കൾക്ക് ആ രൂപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് നമ്മൾ താഴ്ന്നു പോകുന്ന, ഈ ഖുർആൻ കൊണ്ട് പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്കുണ്ടാകുമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകണം. ഇവിടെ ഹാഫിളാകുന്നവരും ഹിഫ്ളിന് പഠിക്കുന്നവരുമായ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പഠിച്ച ഖുർആൻ നിലനിൽക്കണമെങ്കിൽ നന്മയുള്ള ജീവിതം നമുക്കുണ്ടാകണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി നാട് ഭരിക്കുന്ന കാലത്ത് അസ്സിലത്തുൽ വാബിസി എന്ന പേരുള്ള മഖ്സൂമി ഗോത്രക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹാഫിളായിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് മദ്യപാനമടക്കമുള്ള തിന്മകളിൽ അദ്ദേഹം ഏർപ്പെടുകയും അദ്ദേഹത്തിന് ഇസ്ലാമിക കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം നാട് വിട്ടുപോവുകയും ചെയ്തു. പിന്നീട് ഭരണാധികാരി വ്യത്യസ്ത നാടുകളിൽ യുദ്ധബന്ദികളായി പിടിക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ ഒരാളുടെ അടുത്ത് പണം കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. കുസ്തന്തീനയിൽ ചെന്നപ്പോൾ അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണുള്ളത്. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഒരു അറബി കവിത കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളില്ലാത്തൊരു നാട്ടിൽ നിന്ന് അറബി കവിത കേട്ടപ്പോൾ അദ്ദേഹം അത് ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ സിലത്തുൽ വാബിസിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് പണം കൊടുത്ത് ഞാൻ നിങ്ങളെ മോചിപ്പിക്കുക, നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ നാട്ടിലേക്കില്ല. നിങ്ങൾ ഖുർആൻ ഹാഫിളാക്കിയ മനുഷ്യനല്ലേ, ഇപ്പം എന്തെങ്കിലും ഹിഫ്ളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ ആയത്തിൻ്റെ മനസ്സിലുള്ളൂ, റുബ്ബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. നാളെ പരലോകത്ത് അവിശ്വാസികൾ ആഗ്രഹിച്ചു പോകും ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിലെന്ന്. ആ ആയത്തല്ലാത്ത ബാക്കി 6200 ചില്ലാനം വരുന്ന ആയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. ഖുർആൻ ഹാഫിളായിരുന്ന മനുഷ്യൻ. തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ പോയാൽ, പ്രത്യേകിച്ചും പുതിയൊരു കാലത്ത് ഏറെ രഹസ്യമായി തെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാനെ മറന്ന് റസൂല് പഠിപ്പിച്ചതിന് വിപരീതമായി ഉമ്മാനെ ഉപ്പാനെ ഉസ്താദുമാരെയും വഞ്ചിച്ച് ആരും അറിയാത്ത തെറ്റ് ചെയ്യുന്നൊരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ഈ ഖുർആൻ പഠിച്ചതിൻ്റെ ഒരു വചനം പോലും നമ്മുടെ മനസ്സിൽ നിലനിൽക്കാതെ പോകുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ചില ആളുകൾ ഈ ഖുർആൻ കൊണ്ട് തരം താഴ്ന്നു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഈ പഠിച്ച ഖുർആൻ നിലനിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, അള്ള പറഞ്ഞ രൂപത്തിൽ അള്ളാനെ പേടിച്ച് വാപ്പയും ഉമ്മയും ഉസ്താദുമാരൊന്നും കാണാത്തൊരവസ്ഥയിലേക്കാണ് ഇനി നമ്മുടെ ജീവിതം മാറുന്നത്. ഒരുപക്ഷെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റൽ ജീവിതങ്ങളിലേക്കൊക്കെ മാറും. പക്ഷെ അപ്പോഴൊക്കെ ഈ ഖുർആൻ നമുക്ക് നിലനിന്ന് കിട്ടണമെങ്കിൽ തെറ്റുകളില്ലാത്ത ജീവിതം നമുക്കുണ്ടാകണം. രക്ഷിതാക്കളും തന്നെ ഇന്ന് ഒരു ഫാഷന് വേണ്ടി ഹിഫ്ള് പഠിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാൾ സ്ഥാപനങ്ങൾ ഇന്നുണ്ട്. ഒരു ഫാഷൻ അപ്പുറം നമ്മുടെ കുട്ടികൾ അള്ളാൻ്റെ കലാം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവർക്കത് നിലനിർത്താൻ പറ്റിയ വീടും സാഹചര്യവും ജീവിത സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ തന്നെ നമ്മുടെ വീടുകളിലേക്ക് തിന്മയെ വിളിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഷിയാറ് പോലും നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മളും നഷ്ടക്കാരായി മാറും. അതുകൊണ്ട് ഈ ഒരു സന്തോഷം നമുക്ക് ഖബറിൽ കിട്ടണം, ഈ സന്തോഷം നമുക്ക് പരലോകത്ത് കിട്ടണം, ജീവിതാന്ത്യം വരെ ഇത് നിലനിർത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന അധ്യാപകരുണ്ട്, സംഘാടകരുണ്ട്, ഇതിനോട് എല്ലാ സമയത്തും സഹകരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരുപാട് കുട്ടികൾ ഇൻഷാ അല്ലാഹ് ഏതാനും വർഷങ്ങൾ കൂടി 1-2 വർഷം കൊണ്ട് ഒരു 50 കുട്ടികൾ ഹാഫിളായി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥാപനം എത്തും. 50 കുട്ടികളെ വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വന്നാൽ, നമ്മുടെ നിയ്യത്തും ഈമാനും ശരിയാണെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടാൻ ഇത് മാത്രം മതി. ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നാമത് ചിന്തിച്ച ഒരാളുണ്ടാവും, മീറ്റിങ്ങിൽ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞ ഒരാളുണ്ടാകും, ഇന്നും ആരും അറിയാതെ ഒരു ഓഹരി ഇതിലേക്ക് മാറ്റിവെക്കുന്നവരുണ്ടാകും, ഇതിനെക്കുറിച്ച് സദാസമയം ചിന്തിക്കുന്നവരുണ്ടാകും.
ഇത് ഓടി നടക്കുന്നവരുണ്ടാകും. രണ്ട് കാര്യം നമ്മൾ ശരിയാക്കിയാൽ മതി. ഒന്ന്, നമ്മുടെ തൗഹീദ് കറകളഞ്ഞ തൗഹീദാക്കുക. ഒരു ശിർക്കിൻ്റെ ബന്ധനവും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. ഈ ഇഖ്ലാസുള്ള ആളുകളാവുക. ഒരുപക്ഷെ നമുക്ക് ഖബറിൽ രക്ഷപ്പെടാനും നമുക്ക് സ്വർഗം കിട്ടാനും ഈ അധ്വാനങ്ങൾ മാത്രം മതിയാകും. കാരണം ഏറെ നാട് ദുഷിക്കുന്നൊരു കാലത്ത് ആളുകളുടെ മനസ്സ് നന്നാകാനുള്ള വഴി ഖുർആൻ അവരുടെ മനസ്സിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. അതിന് പണിയെടുക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ എത്ര ഓഹരിയാണോ ഇതിലേക്ക് മാറ്റി വെക്കാറുള്ളത്, അത് അതിലേക്ക് അധികമായി ചിന്തിക്കേണ്ട സമയത്താണ് നമ്മളുള്ളത്. കാരണം ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ ഒരുക്കിയിട്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കേവലം ഹിഫ്ള് പഠിച്ച് ഹാഫിളായി ഇറങ്ങുക എന്നുള്ളതല്ല. ഈ കുട്ടികൾ ദീനിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ഉന്നതികളിലേക്ക് നമ്മുടെ ദാറുൽ ഫുർഖാനിലെ മക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മതപരമായും ഭൗതികമായും പഠിച്ച ദീനിന് സഹായിയാകുന്ന മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും കഴിയുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ചെലവടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരു റമദാൻ നമ്മുടെ മുന്നിൽ വരികയാണ്. റമദാൻ സ്വതക്കകളിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്ന സമയമാണ്. എല്ലാ വർഷത്തേക്കാളും നല്ലൊരു ഓഹരി ഈ വർഷവും കരുതി വെച്ച് നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് ഖബറിൽ ആനന്ദിക്കാൻ, നമുക്ക് പരലോകത്ത് വിചാരണ എളുപ്പമാകാൻ, നമുക്ക് സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടാനുള്ള ഒരധ്വാനമാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഈ സന്തോഷ സമയം ഖബറിലും പരലോകത്തും നമുക്ക് അനുഭവിക്കാനാകണം. എല്ലാവരും നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ നിർവഹിക്കുക. ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഹാഫിളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജീവിതാന്ത്യം വരെ ഇത് നിലനിർത്താനും പരലോകത്ത് ഉന്നതികൾ നേടിയെടുക്കാനും അവരുടെ കുടുംബത്തിനും ഇഹത്തിലും പരത്തിലും സന്തോഷിക്കാനും ഇതിനെ കൊണ്ടു നടക്കുന്ന നമുക്കെല്ലാം കൺകുളിർക്കെ കാണാനും അവസരം ലഭിക്കുന്ന ദീനുള്ള മക്കളാക്കി അള്ളാഹു അവരെ മാറ്റി തീർക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മക്കളെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ കഴിയുന്ന അവസ്ഥ നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 32ാമത്തെ വിദ്യാർത്ഥിയായിട്ട് സീഷാൻ അഹമ്മദും 33ാമത്തെ വിദ്യാർത്ഥിയായിട്ട് സജാദ് അലിയും 34ാമത്തെ വിദ്യാർത്ഥിയായിട്ട് സിയാനും ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. 2024 ഫെബ്രുവരി 5 സിയാനും സീഷാനും, ഫെബ്രുവരി 6 സജാദ് അലിയും, ഫെബ്രുവരി 8 സിയാനും ഹാഫിളായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷം പൂർത്തിയായി അവർ ഹിഫ്ള് പൂർത്തിയാക്കിയിട്ട്. പലതവണ ദൗറയും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അവരെ നമ്മൾ ഹാഫിളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും നമ്മെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. സ്വന്തം വിദ്യാർത്ഥികളെ 10 വയസ്സ് പൂർത്തിയായി 5 നിന്നും 6 സ്കൂളിൽ ജയിച്ചൊരു വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് ആ രക്ഷിതാക്കന്മാരുടെ സഹിച്ചിട്ടുള്ള ഒരു ത്യാഗവും അവരുടെ മാനസികമായിട്ടുള്ള ഒരു സമർപ്പണ ബോധവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ശരിക്ക് അവരുടെ ആ നിയ്യത്ത് ഈ അവസരത്തിൽ അവർക്ക് കൺകുളിർമയോടുകൂടി അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിഫ്ള് 30 ജുസ് പൂർത്തിയാക്കിയതിന് പുറമെ നിരവധി ഹദീസുകൾ മനഃപ്പാടമാക്കി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മദ്രസ പൊതുവിദ്യാഭ്യാസത്തിൽ മദ്രസ 8ാം ക്ലാസ് 2ാം റാങ്കോടുകൂടി 1ഉം 2ഉം റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തിൽ അവർ സ്കൂളിലെ 10ാം ക്ലാസ് എക്സാം എഴുതാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരേക്കും അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് 3 പേർക്കും ഈ അധ്യയന വർഷത്തിൽ ഫുൾ A+ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ ലഭിച്ച് അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു വരുന്നത് മതവിദ്യാഭ്യാസത്തോടൊരുമിച്ച് തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലും അതോടൊരുമിച്ച് മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലും പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളാണ് ദാറുൽ ഫുർഖാനിലെ വിദ്യാർത്ഥികൾ. അടുത്ത അധ്യയന വർഷം ഈ സ്ഥാപനത്തിലേക്കുള്ള പുതിയ വിദ്യാർത്ഥികളുടെ അഡ്മിഷന് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റും നിങ്ങൾക്കതിൻ്റെ ഗൂഗിൾ ഫോം ലഭിച്ചിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്.
10 വയസ്സ് പൂർത്തിയായി 11 വയസ്സ് കവിയാത്ത 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ച വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. 2 ദിവസത്തോളം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തി അവരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അധ്യയന വർഷത്തിൽ ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസത്തിലായിരിക്കും അത്തരത്തിലുള്ള ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين. وله الكبرياء في السماوات والأرض وهو العزيز الحكيم. نور على مر الزمان تألقا وأضاء للدنيا طريقا مشرقا وهدى من الرحمن يهدينا به للصالحات وللمكارم والتقى. نور على مر الزمان تألقا وأضاء للدنيا طريقا مشرقا وهدى من الرحمن يهدينا به للصالحات وللمكارم والتقى. هذا كتاب الله أعذب منهل أنعم به من مورد لمن استقى. قد صانه رب العباد بحفظه وحماه حتى
حتى لا يضيع ويخلقا. طوبى لمن حفظ الكتاب بصدره فبدا وضيئا كالنجوم تألقا، وتمثل القرآن في أخلاقه وفعاله، فيه الفؤاد تعلقا، وتلاه في جنح الدجى متدبرا، والدمع من بين الجفون ترقرقا. هذه صفات الحافظين كتابه حقا، فكن بصفاتهم متخلقا. يا حافظ القرآن رتل آيه، فالكل أنصت للتلاوة مطرقا. يا حافظ القرآن لست بحافظ حتى تكون لما حفظت مطبقا. ماذا يفيدك أن تسمى حافظا وكتاب ربك في الفؤاد تمزقا. يا أمتي القرآن حبل نجاتنا، فتمسكي بعراه كي لا نغرقا، ولتجمعي حول الكتاب شتاتنا، حتى نزيل تناحرا وتفرقا، ولتجعليه محكما في أمرنا، وثقي بوعد الله أن يتحققا. يا أمتي القرآن حبل نجاتنا، فتمسكي بالزمان تألقا، وأضاء للدنيا طريقا مشرقا، وهدى من الرحمن يهدينا به للصالحات وللمكارم والتقى. هذا كتاب الله أعلم.